എം ആർ അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസം വിജിലൻസ് റിപ്പോർട്ട് നൽകുകയും ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. CPI ഇന്നിപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറയുകയാണ്, ആ നിലപാടിൽ എം ആർ അജിത് കുമാറിനെതിരായ നിലപാടിൽ മാറ്റമില്ല. പൂരം കലക്കിയത് തടയാൻ കഴിയാത്ത നിലപാട് ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാറിന്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായങ്ങൾ CPIക്ക് ഇപ്പോഴും ഉണ്ട് എന്ന്. വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് എന്നതും അങ്ങേക്കറിയാം. ഇപ്പോൾ CPIയുടെ പ്രതികരണം അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വലിയ സഹതാപം തോന്നുകയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട്. ഞങ്ങളെല്ലാവരും പ്രിയ സുഹൃത്താണ് ശ്രീ ബിനോയ് വിശ്വം. ഞാൻ അദ്ദേഹവുമായി നിയമസഭയിൽ ഒരുമിച്ചിരുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഗസലൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ്. വലിയ സ്നേഹബന്ധമാണ് ബിനോയ് വിശ്വം. പക്ഷെ പ്രിയപ്പെട്ട ബിനോയ് വിശ്വം, അങ്ങയോട് വലിയ സഹതാപം തോന്നുകയാണ്. അങ്ങ് ഈ പരസ്യമായി ഇത്തരം പ്രതികരണങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തും. കുറച്ചു കഴിഞ്ഞാൽ വലിയ വിധേയത്വം കാണിക്കുന്ന കാണാം. അങ്ങനെ മന്ത്രിമാരുണ്ടല്ലോ ക്യാബിനറ്റിൽ, അങ്ങനെ മന്ത്രിമാരാരെങ്കിലും ഈ IPS ഉദ്യോഗസ്ഥനെതിരായിട്ട് ക്യാബിനറ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പാർട്ടിയോട് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അങ്ങയുടെ പാർട്ടി മുൻകൈ എടുത്തിട്ടുണ്ടോ? ഇത് വിഷയം ചർച്ച ചെയ്യാനുള്ള അങ്ങയുടെ പാർട്ടി LDF ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ? അതിനടിസ്ഥാനത്തിൽ ഒരു അജണ്ട വെച്ച് LDF സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയം പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങും തൃശ്ശൂരിലെ VS സുനിൽകുമാറും തൃശ്ശൂരിലെ പാർട്ടിക്കാരും ഒക്കെ ഈ പൂരം കലക്കിയതും RSS നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രഹസ്യ സംഭാഷണങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ CPI തൃശ്ശൂരിൽ തോൽക്കാനും സുരേഷ് ഗോപി ജയിക്കാനും ഇടയാക്കിയതിലെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എത്രയോ തവണ പറഞ്ഞു. ഇപ്പോ എം ആർ അജിത് കുമാറിനെതിരെയുള്ള കോടതി പരാമർശങ്ങൾ, വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ ഉൾപ്പെടെ എം ആർ അജിത് കുമാർ പരസ്യമായി ചെയ്തിട്ടുള്ള അനീതികളെ സംബന്ധിച്ച് ഇതെല്ലാം ഓരോ ദിവസവും ഇങ്ങനെ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സഹതാപം അർഹിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു പോകല്ല വേണ്ടത്. നിങ്ങൾ ആ നിലപാട് മുന്നണിക്കകത്തും ക്യാബിനറ്റിലും പറയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ CPI ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാപട്യമാണെന്ന് ജനങ്ങൾ പറയും. ആ കാപട്യമാണെന്ന് പ്രതാപൻ ഈ രണ്ട് വാർത്തകളിലും വിശദമായി